അപ്പോൾ നമ്മളിതാ ഇന്ന് കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. കാരണം വീട്ടിലാണ്, ഇന്ന് ഓഫാണ്, എല്ലാം കൂടെ ആയപ്പം കുറച്ചധികം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ. ഒരു 8:30 ആയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിവേ എണീറ്റിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ എണീറ്റു, ഇതാ കുറച്ച് നേരം വന്നിരുന്ന് ടി വി ഒക്കെ കണ്ടു. അതിന് ശേഷം അമ്മ അതാ നെയ്റോസ്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പോൾ എന്ത് ചെയ്ത ദോശ അതിൽ ഇളകി വരുന്നേ ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. എന്തോ ദോശയ്ക്ക് എന്നെ അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇനി ഇത് അമ്മ നല്ല നൈസായിട്ട് ദോശ പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ചൂടോടെ ഇട്ടിട്ട് നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിരി അടിപൊളി നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് പുറത്ത് ഷോപ്സിൽ പോയി നെയ് റോസ്റ്റ് കഴിക്കുന്നതിലും ഇഷ്ടം അമ്മച്ചിയുടെ നെയ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. കൂടെ നല്ല അടിപൊളി സുലൈമാനി ഉണ്ടായിരുന്നു കേട്ടോ. ആ സുലൈമാനിയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ റാഹത്തായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഓംലേറ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള മുട്ടയിലൊക്കെ ഇങ്ങനെ കുരുമുളക് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഞാൻ ലാപ്പൊക്കെ ഓണാക്കി ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മെയിലും കാര്യങ്ങളും ചെക്ക് ചെയ്യാനും കുറച്ച് ഫയൽസ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കടല മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഈ പാക്കറ്റ് കടല മുട്ടായിക്ക് പണ്ടത്തെ ആ ഒരു മാടക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ല എന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്കും നല്ല ചൂട് ചോറും മോര് കാച്ചിയതും മാങ്ങ അച്ചാറും ചിക്കൻ ഫ്രൈയും പപ്പടമൊക്കെ കൂട്ടി നല്ല രീതിയിൽ വയറ് നിറച്ച് ഫുഡ് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കറികളൊക്കെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്ന് പറയുക. അപ്പം അതിനുശേഷം പ്ലേറ്റൊക്കെ കാലിയാക്കി വയറൊക്കെ നിറച്ചിട്ട് ഞാൻ സെറ്റിൽ നേരെ പോയി കിടന്നിട്ട് ടി വി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ വിഭവസമൃദ്ധമായ ഒരു ലഞ്ചൊന്നും അല്ലായിരുന്നെങ്കിൽ കൂടിയും എനിക്ക് ഇത്രയും കുഞ്ഞു കുഞ്ഞു കറികൾ മതി കേട്ടോ. ഒത്തിരി ഈ സദ്യ പോലെ കുറേ കറികളുള്ളതൊന്നും ഞാൻ കൂട്ടാറില്ല. അതാണ് മെയിൻ കാര്യം. ഇപ്പം ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ടല്ലോ, അത് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ചോറുണ്ണു അല്ലേ. എന്നെപ്പോലെ ചിക്കൻ ഫ്രൈ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് ഈവനിങ് നമുക്ക് വാഴ സിനിമ കാണാമെന്നൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചെറിയ നാപ്പ് എടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ചായ കുടിക്കുന്നതും വൈകിട്ട് എന്താ ഫുഡൊക്കെ കഴിച്ചതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ ഞാൻ നല്ലൊരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ അമ്മ നമുക്ക് ചായയും ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുക്കി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ നല്ല ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മൾ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. ആൻഡ് ദെൻ നമ്മളൊന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച കഥയൊന്നും പറയണ്ട. എൻ്റെ തല നിറച്ച് താരനാണ് കേട്ടോ. അപ്പോൾ താരന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ യൂസ്ഫുൾ ആവുമെന്ന് കരുതി ചെയ്തതാണ്. എനിക്കറിയില്ല യൂസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളത്. എനിവേ നമ്മൾ മറ്റേ ഉലുവ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്നതും അതിനെ മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുത്തു. ആൻഡ് ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് തൈരും കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിലൊക്കെ ഒഴിക്കുന്നവരുണ്ട്. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒഴിച്ചിട്ട് ഇപ്പോൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തേച്ചൊക്കെ പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് എന്ത് ചെയ്തിട്ട് തലേന്ന് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ നേരം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ ചീകി കളയണം. അതുപോലെ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇത്ര നേരം നമ്മുടെ പണി. കുറേ നേരം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുക, ടി വി കാണുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഇനി അതത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു ലേസി ഡേയുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തും പോയിട്ടില്ല. ആ വീട്ടിലെങ്ങനെയാണ് നമ്മളൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുക, വെറുതെ ഫുഡ് അടിക്കുക, ടി വി കാണുക, കിടന്നുറങ്ങുക, ഇത് തന്നെയുള്ളൂ നമുക്ക് പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ വീണ്ടും കുറേ നേരം ഫോണിൽ തോണ്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണിൽ തോണ്ടി മടുത്ത് കഴിഞ്ഞപ്പോൾ ടി വി കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മായും കൂടെ കുറച്ച് നേരം കൂടി ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ കവലയ്ക്ക് പോകാൻ കേട്ടോ. വെറുതെ ഇന്ന് നടന്നിട്ട് വരാൻ വേണ്ടി. ഓക്കെ, പോയിട്ട്.
അങ്ങനെ ഞാനും അമ്മായിയും കൂടെ വീട്ടിലിരുന്ന് മടുത്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി കവല വരെ പോവാണ് കേട്ടോ. നമ്മുടെ ടൗണിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് നാളെ പോകുന്നുണ്ട്. നമ്മൾ നാളെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് ഇങ്ങനെ നടന്നൊക്കെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വലിയ കുറേ നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം ടൗണിലൊക്കെ പോയി ഇങ്ങനെ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു കുറച്ച് വേണ്ടുന്ന സ്നാക്സും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ. നമ്മുടെ ഫാമിലി ഫോട്ടോ തന്നെ കേട്ടോ. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിയർ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് അമ്മച്ചെല്ലാം അടിപൊളി തിക്കിടി ഇറച്ചിക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തിക്കിടി ഇറച്ചിക്കറി കഴിച്ചിട്ടുണ്ടോ? ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാറുണ്ടെങ്കിലും മലപ്പുറം സൈഡിലോട്ടൊക്കെ ഇതിന് പിടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് തിക്കിടിയും കോഴിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ വയറ് നിറച്ച് നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറിനൊക്കെ ശേഷം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. കാരണം നാളെ വെളുപ്പിൻ്റെ ബസ്സിന് തന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകാനായിട്ടുള്ളതാണ്. നാളെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോയിട്ടായിരിക്കും ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടാവുക. സോ അതിൻ്റെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം തിന്നാൻ ഉറങ്ങാൻ കിടക്കുക ഇതൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബട്ട് എൻ്റെ ഒരു വീട്ടിൽ വന്നിട്ടുള്ള ഒരു ലേസി ഡേ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ഒരു പ്രൊഡക്റ്റീവ് ഡേയുടെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലിലൂടെ നമ്മുടെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.